ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസിനെ നമ്പർ ഓഫ് ടേംസ് അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പോളിനോമിയൽസ് എടുക്കാം. 2x, x raised to 4 plus x, x cube minus root 3x square plus 5x raised to 1. ഓക്കെ, ഈ ഫസ്റ്റ് കേസിൽ എത്ര ടേംസ് ഉണ്ട്? 2xൽ എത്ര ടേംസ് ഉണ്ട്? 1 അല്ലേ, ഒരൊറ്റ ടേമേ ഉള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോണോമിയൽ. ഒരു ടേം ഉള്ള പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോണോമിയൽ. ഇനി രണ്ടാമത്തെ കേസിലോ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ടേംസ് ഉണ്ട് അല്ലേ. ഈ അഡീഷൻ എന്നുള്ള സിമ്പിൾ നമ്മൾ എക്സ് റേസ് ടു 4നെയും എക്സിനെയും രണ്ട് ടേംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ രണ്ട് ടേംസ് ഉണ്ട്. സോ രണ്ട് ടേംസ് ഉള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനോമിയൽ. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. എക്സ് റേസ് ടു 3 മൈനസ് റൂട്ട് 3x സ്ക്വയർ പ്ലസ് 5x ടു ദി പവർ 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 3 ടേംസ് ആണുള്ളത് അല്ലേ. 3 ടേംസ് ഉണ്ട്, റൈറ്റ്? സോ 3 ടേംസ് ഉള്ള പോളിനോമിയലിനെ നമ്മൾ എന്താ പറയുക? ട്രൈനോമിയൽ. സോ മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. ക്ലിയർ? സോ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.